ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് വല്ലാത്തൊരു പൂതി. And I'm just like, I thought of shooting this super random video of me making one of my favorite recipes, which is banana chocolate bread. അങ്ങനെയാണ് അതിനെ ഞാൻ വിളിക്കാറ്. So, between today I felt like super pretty because I'm wearing this lovely dress. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് എനിക്ക് തിന്നാനുള്ള പൂതി തോന്നിയത്. സോ ഡ്രസ്സൊന്നും മാറ്റിയില്ല, അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഐ ഷോ മൈ ഡ്രസ്. കാണുന്നുണ്ടല്ലോ, ഫീൽ ലൈക്ക് പ്രിറ്റി ലിറ്റിൽ ബേബി. ഇത് ഞാൻ നാട്ടിൽ പോയപ്പം വെസ്റ്റ് സൈഡ് ബാംഗ്ലൂരിന് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ്. ഇറ്റ്സ് എ വെരി കംഫി ലവ്ലി ഡ്രസ്. ഡു യു വാണ്ട് ടു സീ മൈ ബേബി ബംപ്? I'll show it to you. And you know what? ഉച്ചയ്ക്ക് ഞാൻ ചോറും പനീറുമാണ് ഞാൻ കഴിച്ചത്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ വയറ്റിലൊരു ഗുളു പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന ഗുളുഗുളു അല്ല. ആൻഡ് ഐ ലൈക്ക് വെരി ജെന്റ്ലി tried feeling like what that gulu was, and it was like bubbles in my tummy. I felt so weird, and I think that's the baby moving. അതെനിക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നു. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 20 വീക്സ് ഗർഭമാണ്. ആൻഡ് ഈ 20 വീക്സിലാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ഗുളുഗുളു മൂവ്മെൻറ്റ്സ് എല്ലാം ഫീൽ ചെയ്യാമെന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ആ ഒരു മൂവ്മെൻറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഐ റിയലി ഫെൽ ലൈക്ക് ബബിൾസ്, അങ്ങനെയാണ് ഞാൻ പറയാം. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സോ ഹാപ്പി, ഇറ്റ് മേഡ് മീ സോ ഹാപ്പി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായിട്ടും എന്ന് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കും. നോട്ട് ഫോർ മീ ബട്ട് ഫോർ ദ ബേബി. യാ, അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പം ഇതിൻ്റെ അടിയിൽ ചിലപ്പം പലരും പറയായിരിക്കും ഷുഗർ തിന്നാൻ പാടില്ല, പ്രഗ്നൻസി ടൈമിൽ ഇത് ബാഡാണ്. അറിയാം, നന്നായിട്ട് അറിയാം. പണ്ട് ഞാൻ തീരെ ഷുഗർ കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇഫ് സമ്വൺ പണ്ട് എനിക്കൊരു ഡോനട്ട് കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഐ വുഡ് റെസ്പെക്ട്ഫുള്ളി ഡിനൈ. ഞാൻ പറയും വേണ്ട, ഞാൻ ഷുഗർ കഴിക്കാറില്ല. പക്ഷേ ഇപ്പം ആയിട്ട് എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ് ആണ്. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ഷുഗർ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. ബട്ട് നൗ ഇറ്റ്സ് ബിക്കമിങ് ലൈക്ക് കുറച്ച് അൺകൺട്രോളബിൾ ആവുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഷുഗർ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ, കോഫി, നോ എയറേറ്റഡ് ഡ്രിങ്ക്സ്, നോ പോപ്പ്, നത്തിങ്. പക്ഷേ ചില സമയങ്ങളിൽ ഇങ്ങനെ ഷുഗർ എന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. സോ ഇന്ന് ഞാനിപ്പം ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞു, വീട്ടിലെത്തി. എനിക്ക് ബനാന ബ്രെഡ്, കാരണം ഇന്ന് ഞാൻ അടുക്കളയിൽ നോക്കുമ്പം 3 ഗുളു പോലത്തെ ഒരു പഴം. സോ ദാറ്റ് ഈസ് ലൈക്ക് ദ റൈറ്റ് കൺസിസ്റ്റൻസി ഫോർ ബനാന ടു ബി മെയ്ഡ് ഇൻ ടു ബനാന ബ്രെഡ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അതെന്തായിട്ട് തിന്നുമ്പോൾ നമുക്കൊരു എന്ന് തോന്നുമായിരിക്കും, കുറച്ചിങ്ങനെ എന്താ അതിന് പറയാ, ബുളുബുളു, അതിനങ്ങനെ തന്നെയാണ് പറയാം. എക്സാക്ട്ലി. സോ വീട്ടിൽ വന്ന് നോക്കിയപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ന് ഈ റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ദിസ് ഇസ് ലൈക്ക് എ വെരി റാൻഡം വീഡിയോ, റൈറ്റ്? ഞാനിത് ഇന്ന് ഉണ്ടാക്കണം, ഈ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി, ബട്ട് ലെറ്റ്സ് സീ ഇതെങ്ങനെയാണ് പോകുന്നതെന്ന്. നമുക്ക് ബനാന ചോക്ലേറ്റ് ബ്രെഡ് ഉണ്ടാക്കാം. ആൻഡ് ദിസ് ഇസ് ലൈക്ക് മൈ വേ ഓഫ് മേക്കിംഗ് ബനാന ചോക്ലേറ്റ് ബ്രെഡ്. പലർക്കും പല രീതി ഉണ്ടാവും. ഒബ്വിയസ്ലി എല്ലാ കിച്ചണിലും പല റൂൾ ഉണ്ടാവും. ഇതെൻ്റെ കിച്ചൺ, എൻ്റെ റൂൾസ്. സോ ഇതാണ് എൻ്റെ റെസിപ്പി, കാണിച്ചു തരാം. സോ ലെറ്റ്സ് മേക്ക്, ഇത് പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നല്ലോ. സോ ലെറ്റ്സ് മേക്ക് ബനാന ചോക്ലേറ്റ് ബ്രെഡ്. യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. എൻ്റെ അടുക്കളയിൽ ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഒന്ന് പെട്ടെന്ന് ഷടപടേ എന്ന് പറയാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇടാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ഗൈസ് ടു ജസ്റ്റ് ലൈക്ക് ടേക്ക് എ ലുക്ക് ആൻഡ് ദെൻ
മേക്ക് ദിസ് റെസിപ്പി. ഇതിപ്പോൾ പെട്ടെന്ന് പറയാം. ഫസ്റ്റ് ഇസ് എ മിക്സിംഗ് ബോൾ. എൻ്റെതൊരു ഉരുളിയാണ്. നിങ്ങളുടെ അടുത്ത് വേറെ നല്ല മിക്സിംഗ് ബോൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ഈ ഒരു ബോൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഉരുളി, വേറെ ബൗൾ ഇല്ല. നമുക്ക് ഏത് ബൗളിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ 3 പഴം. ഈ പഴം ഇപ്പോൾ താഴെ വീഴുമെന്ന് തോന്നുന്നു. കുറച്ചും കൂടി കറുത്ത പഴമാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ 3 എണ്ണം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഉള്ള പഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഫ്ലവർ, ഓൾ പർപ്പസ് ഫ്ലവർ. പിന്നെ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെന്താണ് ബട്ടർ. ഇത് എന്താണ്, സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ? ഇതിൽ എഴുതിയിട്ടില്ലേ സോൾട്ടഡ് ആണോ അൺസോൾട്ടഡ് ആണോ എന്ന്? ഇല്ല, എഴുതിയിട്ടില്ല. നമുക്ക് അൺസോൾട്ടഡ് ആണെന്ന് തന്നെ വിചാരിക്കാം. പിന്നെ എന്തെന്നാ, ഗ്രീക്ക് യോഗട്ട്. നമ്മൾ എന്തിനാ ഗ്രീക്ക് യോഗട്ട് ഈ റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത്? മോയിസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. ബട്ടറും അതിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു മോയിസ്റ്റ് ഫ്ലഫി സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ 1 മുട്ട വേണം. പിന്നെ വനില എക്സ്ട്രാക്ട്. ഐ റിയലി വാണ്ടഡ് ടു യൂസ് ലൈക്ക് ഒറിജിനൽ വാനില പോഡ് ഉണ്ടാവില്ലേ, അതിനകത്ത് നമ്മൾ വാനില ഇങ്ങനെ എടുത്തിട്ട് ബേക്ക് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് വനില പോഡ് എവിടെ നിന്നും കിട്ടിയില്ല. സോ വി ആർ യൂസിങ് വനില എക്സ്ട്രാക്ട്. പിന്നെ പാലുണ്ട്, ഷുഗർ പറഞ്ഞു. പിന്നെ കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ. പിന്നെ ഒരു സാധനം കൂടി വേണം, അത് പറയാൻ മറന്നുപോയി. ഓയിൽ. ഐ എം യൂസിങ് വെജിറ്റബിൾ ഓയിൽ. അത് കബറിൻ്റെ ഉള്ളിലാണ്, ഇവിടെ വെച്ചിട്ടില്ല. വെജിറ്റബിൾ ഓയിൽ കൂടി വേണം. ഇതിൻ്റെ എല്ലാത്തിനെയും മെഷർമെൻറ്റ് സഹിതം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ? എനിക്കിതിങ്ങനെ വേഗം തിന്നണം, അതുകൊണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം. നൗ വി ആർ ഗോയിങ് ടു മാഷ് ആർ ബനാനാസ്. അപ്പോൾ നമ്മൾ ബനാന, ഐ എം ജസ്റ്റ് ലൈക്ക് മാഷിങ് ദം വിത്ത് ഫോർക്ക്. അങ്ങനെ വല്ലാണ്ട് ഇത് മാഷൊന്നും ആവണ്ട. നല്ല പഴുത്ത പഴം എടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഇത് ചീഞ്ഞ പഴം അല്ലല്ലോ അല്ലേ? അല്ല, നല്ല പഴുത്ത പഴം എടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് അത്ര പഞ്ചസാര ഇടണ്ടോ, പക്ഷെ എന്നാലും നമ്മൾ പഞ്ചസാര ഇടും. 3ാമത്തെ പഴം ഉരിക്കുന്നു, എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ മാഷ് ചെയ്യാൻ തുടങ്ങുന്നു വിത്ത് ഫോർക്ക്. അത് വേഗം ചെയ്യാം. ഇതിനകത്ത് എനിക്കൊന്ന് 1 പഴം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ല പഴുത്ത പഴം. കുറച്ചൊരു മധുരം നമ്മൾ ഇടേണ്ടി വരും. ഇത് മാഷ് ചെയ്യുക. ഇത് വല്ലാണ്ട് ഇങ്ങനെ മാഷ് ചെയ്ത് ഇങ്ങനെ വെള്ളം പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. യു നോ ദറ്റ് ഒരു ചെറിയൊരു ബനാന കടിക്കാൻ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഈ ബനാനയിൽ ഈ ചോക്ലേറ്റ് എല്ലാം വരുമ്പം ഇത് മണാന്നറിയോ? ഈ വീട്ടിൽ പിന്നെ വേറെ ചന്ദനത്തിരി കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല മണമായിരിക്കും. എപ്പോഴും വീട്ടിൽ ബേക്ക് ചെയ്യുമ്പം ഇറ്റ്സ് ലൈക്ക് ഇറ്റ് സ്മെൽസ് റിയലി ഗുഡ് ഇൻ ദ ഹൗസ്, യുനോ. ഭയങ്കര ആ ഒരു വാമായി ഫീൽ ചെയ്യും. എനിക്ക് ബേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതേപോലെ തന്നെ ചില സമയം മടിയാണ് ബേക്ക് ചെയ്യാൻ. പക്ഷെ ഐ വുഡ് സേ ബേക്കിംഗ് ഇസ് ലൈക്ക് വെരി സിമ്പിൾ. ബേക്കിംഗ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ആർട്ട്, അതൊന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ വെരി നൈസ് ആർട്ട്. അപ്പോൾ നമുക്കിത് മാഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അത്യാവശ്യം മാഷ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ. വല്ലാണ്ട് ഇത് മാഷ് ചെയ്ത് വെള്ളം പോലെ ആക്കാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്കിതിനകത്ത് മുട്ട ചേർക്കാം. ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഇത്. ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാണ്. സോ ഐ എം ജസ്റ്റ് യൂസിങ് 1 എഗ്. ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ചെറുതായിട്ട് പാളിയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇല്ല, ഒരു കൈ കൊണ്ട് പൊട്ടിക്കാനായിട്ടില്ല. ഒന്ന് വീട് മര്യാദയ്ക്ക് പൊട്ടിച്ചാൽ മതിയായിരുന്നു. എനിക്കുണ്ട് ഈ അസുഖം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കയ്യിൽ എന്തെങ്കിലും ഒന്ന്
അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പം ആയിന്ന് തോന്നി അപ്പം തന്നെ ഞാൻ കൈ കഴുകും. ഒരു 101 പ്രാവശ്യം കൈ കഴുകുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു എന്തോ പോലെയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് മുട്ട ചേർത്തു. നമ്മൾ മുട്ട ഒറ്റ കൈ കൊണ്ട് ചേർക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ ഇതിനകത്ത് ചെറിയൊരു എഗ് ഷെൽ വീണിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. എന്താ എടുക്കാൻ പറ്റാത്ത? എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, കാൽഷ്യം അല്ലേ. ഈശ്വര, എഗ് ഷെൽ ആകാശേട്ടന് തന്നെ കിട്ടണേ. ഞാൻ ഭയങ്കര നല്ല ഭാര്യയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. വളരെ സ്നേഹം ഇങ്ങനെ തുളുമ്പുന്ന ഒരു ഭാര്യയാണ്. മുട്ടൻ ഷെല്ല് കിട്ടി. നമുക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചാൽ മതി. അഗൈൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം ഇടാം. പാലൊഴിക്കാം. മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇല്ലേ, അതൊഴിക്കുന്നുണ്ട്. Now vanilla extract, ബുഷിൻ്റെ വാനില എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു ആർട്ടിഫിഷ്യൽ സ്മെൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ബിക്കോസ് ഇത് ഒറിജിനൽ വാനില അല്ലല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി ആർട്ടിഫിഷ്യൽ സ്മെൽ ഉണ്ടാവും. ഇഫ് യു ക്യാൻ ഗെറ്റ് റിയൽ വാനില എക്സ്ട്രാക്ട് അല്ലെങ്കിൽ വാനില പോഡിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ ഐ വുഡ് സേ ഡെഫിനറ്റ്ലി യൂസ് ഇറ്റ്. ദാറ്റ് ഈസ് ഗോയിങ് ടു എലവേറ്റ് ദ ഫ്ലേവർ ഓഫ് യുവർ ബ്രെഡ്, കേക്ക് അല്ലെങ്കിൽ എന്താണെങ്കിലും ബേക്ക് ചെയ്യുന്ന സാധനത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കൂട്ടുന്ന ഒരു സംഭവമാണ് ആ ഒരു വാനില പോഡ്, ലൈക്ക് റിയൽ വാനില, നോട്ട് ദി ആർട്ടിഫിഷ്യൽ വൺ. ഇപ്പം എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു മൂടി വാനില എക്സ്ട്രാക്ട്. ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത് കേക്കിനേക്കാളും എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ അരിക്കൊന്നുമില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ. അപ്പം സിമ്പിളാണ്, എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്തു ഇതിനകത്ത്? മാഷ്ഡ് ബനാന, ഒരു മുട്ട, പാല്, ബട്ടർ, വാനില എക്സ്ട്രാക്ട്. ഇനി നമുക്കൊന്ന് വിസ്ക് ചെയ്ത് നോക്കാം. കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗ്രീക്ക് യോഗേർട്ട് ഇടണം. അത് ഞാനൊരു എത്ര ആഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്പൂണിൻ്റെ ഒറ്റ സ്പൂൺ അത്ര ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോയിസ്റ്റായിട്ട് ഈ ബ്രെഡ് ഉണ്ടാവും. എല്ലാവരും ഈ മോയിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു പീപ്പിൾ യു ഡോണ്ട് ലൈക്ക് ബിലീവ് ഇൻ ബ്രെഡ് ആൻഡ് കേക്ക് ഗെറ്റിംഗ് മോയിസ്റ്റ്. കാരണം യുനോ ഞാനും ചില സമയം ഇങ്ങനെ ചില യൂട്യൂബ് വീഡിയോസ് എല്ലാം ട്രൈ ചെയ്തിട്ട് ബേക്ക് ചെയ്യുമ്പം അവർ മോയിസ്റ്റ്, വെരി മോയിസ്റ്റ് കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് മോയിസ്റ്റ് ആവാറില്ല, കുറേ റെസിപ്പീസ് ഒന്നും. അപ്പം ഐ ഗെറ്റ് വെരി സാഡ്. ബട്ട് ദിസ് റെസിപ്പി സീരിയസ്ലി ഇറ്റ്സ് ലൈക്ക് സൂപ്പർ മോയിസ്റ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് എന്ത് വയ്ക്കണം? കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. So first we are going ahead with all-purpose flour, ഗ്രേറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താ പറയുക, അതും കാനഡയിലുള്ള പൈസക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഗ്രേറ്റ് വാല്യൂ. ഗ്രേറ്റ് വാല്യൂൻ്റെ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫ്ലോർ അല്ല, ഫ്ലവർ. അത് തന്നെ. ഒരു 1.5 കപ്പ് ഓഫ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഈ റെസിപ്പിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഈ വലിയ കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് കോരി എടുക്കാൻ കഴിയും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ടീസ്പൂൺ കണക്കിന് എടുക്കുന്നത്. ടീസ്പൂൺ അല്ല, സ്പൂൺ വെച്ചെടുക്കുന്നത്. എൻ്റെ കുക്കിംഗ് എല്ലാം മഹാവിറ്റാണ്. എൻ്റെ കുക്കിംഗ് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് ഞാൻ പരീക്ഷയൊക്കെ പഠിക്കുന്നതിനേക്കാളും ടഫാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് എനിക്ക് ഫസ്റ്റ് ആ ഒരു കഥ പറഞ്ഞുതരാം. ഞാൻ കുക്കിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 8th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പം ഞാനൊരു കുക്കിംഗ് ക്ലാസ്സിന് പോയിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. തലശ്ശേരിയിൽ പുല്ലമ്പിലുള്ള ഒരു ആൻറ്റി അന്ന് കുക്കിംഗ് ഒരു സമ്മറിൽ വെക്കേഷൻ ടൈമിൽ കുക്കിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം എത്ര ദിവസത്തിലായിരുന്നു? 10 ദിവസത്തിൽ വി ലേൺ 40 ഡിഷസ്. അപ്പോൾ അന്നാണ് എനിക്ക് കുക്കിങ്ങിനോട് ഇഷ്ടം വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തിന്നാൻ ഉണ്ടാക്കുന്നത്. വേറെ ആൾക്കാർക്ക് തിന്നാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇറ്റ്സ് ലൈക്ക് മൈ കൈൻഡ് ഓഫ് ലവ് ലാംഗ്വേജ്. അറ്റ് ദ സെയിം ടൈം എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തിന്നുന്നതും എനിക്കിഷ്ടമാണ്. ഈവൻ ദോ സംടൈംസ് ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നുമ്പം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എനിക്ക് മനസ്സിലാവില്ലെങ്കിലും എനിക്കിഷ്ടമാണ്. ഒരു വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? ഒരു സ്വന്തമായി ഇങ്ങനെ കുക്ക് ചെയ്ത് തിന്നുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നാറുണ്ട്. സോ 1 കപ്പ് 1.5 കപ്സ് വേണം, അതായത് 1.5. എൻ്റെ വീട്ടിൽ പഴം എപ്പോഴും ഇങ്ങനെ നമുക്ക് തിന്നാൻ പറ്റാത്ത ഒരു മോഡിലേക്ക് പഴം പോകുന്നതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അതിനെടുത്ത് ബനാന ബ്രെഡ് ആക്കി കളയും. വേറെ ഞാൻ ഡബിൾ മൈൻഡഡ് ഒന്നുമില്ല, അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കും. ലൈക്ക് ബനാന യു ഡിസേർവ് ദിസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, എടുത്ത സാധനങ്ങൾ നമ്മൾ അപ്പം തന്നെ തിരിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഷുഗർ ഇടണം. ഷുഗർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ബ്രെഡിനൊരു ടേസ്റ്റ് വരണമെങ്കിൽ ഒരു 1/2 കപ്പ് ഷുഗർ ഇടണം. ബേസിക്കലി ഇത് മൊത്തം പഞ്ചസാരയാണ് നമ്മൾ തിന്നുന്നത്. വേറെ ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, സോറി. ദിസ് ഈസ് ജസ്റ്റ് ഫോർ മൈ എന്താ പറയുക, ആ ഒരു ക്രേവിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തിന്നുന്നത്. അല്ലാണ്ട് എല്ലാ ദിവസവും എനിക്കിത് തിന്നാൻ പറ്റൂല. കൊക്കോ പൗഡർ ഇടണം. ഞാൻ ഹേർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. ഇത് നല്ല കൊക്കോ പൗഡറാണ്. ഇതിനെക്കൊണ്ട് ഞാൻ ഹോട്ട് ചോക്ലേറ്റും എല്ലാം ഉണ്ടാക്കാറുണ്ട് ഒരു ക്രിസ്മസ് സീസണെല്ലാം ആകുമ്പം. ബേക്കിംഗ് സോഡ ഇടണം. ബേക്കിംഗ് സോഡ എത്രയായിരുന്നു ഇടേണ്ടത്? ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് മൊത്തം കണക്കാണ്. കണക്കിൽ ഞാൻ പണ്ടേ അടിപൊളിയാണ്. എൻ്റെ സ്കൂളിലെ മാഷുമാരെല്ലാം എന്നെ ഇങ്ങനെ തൊഴുവായിരുന്നു. എൻ്റെ കണക്കിൽ ഉത്തരങ്ങൾ കണ്ടിട്ടും മാർക്സ് കണ്ടിട്ടും. പക്ഷേ അതിലൊന്നും ഒരു കാര്യമേ ഇല്ല. ഇനി നമ്മൾ എല്ലാം ആഡ് ചെയ്തില്ലേ? യെസ്, ഐ തിങ്ക് വി ഡിഡ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ 1/2 കപ്പ് ഷുഗർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. യൂഷ്വലി ഞാൻ ചില സമയങ്ങളിൽ 3/4 കപ്പ് വരെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മധുരം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇടാം. അപർണ, നീ ഷുഗർ തിന്നുന്നത് കുറയ്ക്കണം. സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി ആർ സപ്പോസ് ടു ലൈക്ക് ഫോൾഡ് ഇറ്റ്. അല്ലാണ്ട് ഇങ്ങനെ വിഗറസ്ലി മിക്സ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ മെല്ലനെ ഫോൾഡ് ചെയ്യുന്നതാണ് അനുയോജ്യം. ഒരു സിലിക്കോൺ സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിനി ഇവിടെ വെക്കും. സോ ഞാൻ പറഞ്ഞ പോലെ ഫോൾഡ്. Smells really good, bro. I like it. മധുരം ഉണ്ടോ? നമുക്കൊരു കുറച്ചും കൂടി ഷുഗർ ഇടാം. എൻ്റെ മനസ്സിന് ഇത്ര ഷുഗർ മതിയാവുന്നില്ല. കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മിക്സ് ചെയ്താൽ മതി.
അല്ലാണ്ട് വല്ലാണ്ട് വെള്ളം പോലെ ഒന്നും ആക്കറ്. കാരണം നമ്മൾ ബ്രെഡല്ലേ ഉണ്ടാക്കുന്നേ, അപ്പം അങ്ങനെയാണ് വേണ്ടത്. കുറച്ച് നട്ട്സ് ഇടാം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് കുക്കിംഗ് ഐ ഗെസ്. നമുക്കൊരു സാധനം ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പം ചെയ്യണമെന്ന് തോന്നിയാൽ അത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവണം കുക്കിങ്ങിൽ. അതാണ് എൻ്റെ ഒരു രീതി. മിക്സിൻ്റെ ഒരു കുഞ്ഞു ജാറിൽ വി ആർ ഗോയിങ് ടു ക്രഷ് അല്ലാണ്ട് വല്ലാണ്ട് പൊടിക്കറ്. വി ആർ ഗോയിങ് ടു ക്രഷ് ആൽമണ്ട്സ് ആൻഡ് വാൾനട്ട്. ഞാൻ ക്രഷ് ചെയ്തപ്പം കുറച്ച് വല്ലാണ്ട് പൊടിഞ്ഞു പോയി. സല്ല, നമുക്ക് കുറച്ചങ്ങനെ ഇടാം. ഇതിങ്ങനെ തന്നെ വയറ്റിന് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനാന്ന് കുറച്ചു നേരം മുമ്പ് പറഞ്ഞേ ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, വല്ലാണ്ട് പൊടിക്കരുത്. പക്ഷെ ഞാൻ പൊടിച്ചു വന്നപ്പം എങ്ങനെ ആയിപ്പോയി. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പണ്ട് ഈ മാവ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ അളവും മെഷർമെൻ്റ് ഒന്നും ഇതിനകത്തില്ല. പക്ഷെ ഒരു റെക്റ്റാങ്കിൾ കാരണം ഇത് ബ്രെഡല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രേയിൽ ഉണ്ടാക്കുന്നത്. ഓൾസോ പാച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ വാക്സ് പേപ്പർ. ഇത് ചില ആൾക്കാർ വളരെ അളന്ന് മുറിച്ച് ഇങ്ങനത്തെ ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു കഷ്ണം ഓഫ് എന്താ പാച്ച്മെൻറ്റ് പേപ്പർ നമ്മൾ അങ്ങനെ എടുത്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. എൻ്റെ അടുക്കളയിൽ ഇങ്ങനെ പലതും സംഭവിക്കും. ബിക്കോസ് വി ആർ വെരി മെസ്സി ഇൻ ദിസ് കിച്ചൺ ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ ടു ബി മെസ്സി. വലുതായി പോയോ? എന്നെക്കാളും ഇഷ്ടം കുറച്ച് ക്രംബിൾ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മൾ ഈ ട്രേയിലേക്ക് ഇടാം. ഓ മൈ ഗോഡ്, അതൊന്നും മൈൻഡ് ആക്കരുത്. നമ്മൾ മുന്നോട്ട് പോകും. ഒരു തുള്ളി നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അയ്യോ, ഇനി ഈ പാത്രങ്ങളെല്ലാം ഞാൻ തന്നെ കഴുകണം. ഇതിൻ്റെ സൈഡിലുള്ളത് കുറച്ച് നമുക്ക് തുടച്ച് കളയാം. ഇനി ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് മെൽറ്റ് ആവുന്നു. നമ്മൾ കുറച്ച് ചോക്കോ ചിപ്പ് ഇടണം. ഇവിടെ ലൈറ്റെല്ലാം സെറ്റാക്കിയതുകൊണ്ട് ഈ ചൂട് കാരണമെന്ന് തോന്നുന്നത് ഇങ്ങനെ മെൽറ്റ് ആവുന്നത്. ഇതിടണം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഇല്ലേ, അതുകൂടി ഇടണം. നേരത്തെ ചെയ്യേണ്ടിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. വി ആർ സപ്പോസ് ടു പ്രീ ഹീറ്റ് ദി അവൻ. ഞാനിപ്പം 375 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഞാനിത് ചൂടാക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്യാം. എന്നിട്ട് സെയിം ടെമ്പറേച്ചറിൽ ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. പെട്ടെന്ന് കഴിഞ്ഞില്ലേ. നമ്മൾ എല്ലാ സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യേണ്ട താമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓരൽസ് ലൈക്ക് ആ ടൈം ഇപ്പം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഫോർക്കോ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. ഇഫ് ദാറ്റ് ടൂത്ത് പിക്ക് കംസ് ഔട്ട് ലൈക്ക് ക്ലീൻ, ദാറ്റ് മീൻസ് യുവർ ബ്രെഡ് ഇസ് ഡൺ. നമ്മളുടെ അവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ കയറ്റാം.
And in goes our banana bread. Banana chocolate bread. ഈശ്വരാ, നല്ല ടേസ്റ്റ് ഉണ്ടാവണേ, കരിഞ്ഞൊന്നും പോവരുതേ. ഓ, yeah, and we are going to wait for 40 to 45 minutes. പിന്നെ എൻ്റെ ഒരു ആങ്സൈറ്റി കാരണം ഞാനിങ്ങനെ ഒരു 30 മിനിറ്റെല്ലാം ആകുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കും എല്ലാം ഓക്കെ ആണോ, ഇസ് ദ ബനാന ബ്രെഡ് ഡൂയിങ് ഓക്കെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് പെട്ടെന്നാവുന്ന സംഭവമാണ്. ഐ തിങ്ക് എവറിബഡി യു ഷുഡ് ട്രൈ ദിസ് റെസിപ്പി. ഓക്കെ, ഒരാൾ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. എവിടെ കാണുന്നില്ലല്ലോ. ആ സ്കേറ്റ് ബോർഡ് കാണിക്ക്. സ്കേറ്റ് ബോർഡ് അല്ലേ ഇത്? അയ്യോ, ആരാ വാങ്ങി തന്നെ? എന്തൊരു രസമുള്ള സ്കേറ്റ് ബോർഡാ, നല്ല പൈസയുള്ള സ്കേറ്റ് ബോർഡാന്ന് തോന്നുന്നല്ലോ. നോക്കട്ടെ, എന്റെ അടുത്തുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ റോട്ടിൽ ഓടിച്ചാല് ചളിയാവൂലേ? കാണിക്കൊന്നുകൂടി, അതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇതെടുത്തിട്ടാണ് ഇപ്പൊ ജോലിക്ക് പോവാറ്. പെട്ടെന്ന് എത്തലുണ്ടോ? അല്ലേ, എനിക്കും ആഗ്രഹമാണ് അത് പഠിക്കാന്. ഇപ്പൊ പഠിച്ചാൽ ശരിയാവൂല എന്നറിയാം, പക്ഷെ എനിക്ക് ഈ റോളർ സ്കേറ്റിംഗിന്റെ ബാലൻസ് ഒന്നുമില്ല. സൈക്കിൾ ബാലൻസ് ഉണ്ട്, അത് മതിയോ? പോരാ. ഇപ്പം ഒരു 45 minutes ആയി ഞാൻ ഇതിന്റെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇതെങ്ങനെയാണ് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഇപ്പം മൊത്തത്തിലായിട്ടുണ്ടാവും. മണം വരുന്നുണ്ടാ? That looks good. ഇങ്ങോട്ടോ കണ്ട എന്റെ ബനാന ബ്രെഡ് അവിടെ കൊണ്ടുതരണം. നീ ആരടാ? അപ്പം ദിസ് ലുക്സ് റിയലി ഗുഡ്. ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. ഒന്നത് ചൂട് ആറട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. So this came out really well and I'm very happy about it. ഇനി നമുക്കിത് മുറിക്കാം. എനിക്കിവിടെ ഒരു പിച്ചാത്തി ഉണ്ടായിരുന്നു, പക്ഷേ പിച്ചാത്തി ആ ഒരു കുഞ്ഞു കത്തിയില്ലേ, പക്ഷെ അത് ആകാശേട്ടൻ കാണാണ്ടാക്കി എന്നാണ് എൻ്റെ ഒരു ബലമായ ഒരു സംശയം. അപ്പം അത് കാണാനില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബട്ടർ നൈഫ് വെച്ചിട്ട് മുറിക്കാം. സ്മോൾ സ്ലൈസസ് ആക്കിയിട്ട് മുറിക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്ച്വലി മാറ്റിയിട്ട് മുറിക്കുന്നതായിരിക്കും ബുദ്ധി. ഇറ്റ് ലുക്സ് വെരി മോയിസ്റ്റ്. അതെ, കാരണം നമ്മൾ മോയിസ്റ്റ് ആവേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ടിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയത്. സോ ഇറ്റ്സ് സപ്പോസ് ടു ബി മോയിസ്റ്റ്. മൂക്ക് പറയുന്ന ആരോ എന്നെ കൊണ്ട് കുറ്റം പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളിൽ ഒരാളാണോ? നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് യു ആർ വെരി സ്വീറ്റ് പീപ്പിൾ, ജസ്റ്റ് ലൈക്ക് ദിസ് ബനാന ബ്രെഡ്. ഇങ്ങനെയൊക്കെ ബേക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് പലപ്പോഴും തോന്നുക, പറഞ്ഞാൽ നമുക്കൊരു കഫേ തുടങ്ങിയാലോ, ഒരു ബേക്കറി തുടങ്ങിയാലോ, സോ ദാറ്റ് യു ക്യാൻ ബേക്ക് ദിസ്. ദാറ്റ് ഈസ് ലൈക്ക് എവറി ഗേൾസ് ഡ്രീം, ടു സ്റ്റാർട്ട് എ കഫേ, ഒരു ബേക്കറി പോലെ. പക്ഷേ എൻ്റെ ഈ ഒരു സ്വപ്നം വളരെ സീരിയസ് ആൻഡ് ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്വപ്നമാണ്. ഐ റിയലി വോണ്ട് ടു സ്റ്റാർട്ട് എ ബേക്കറി. എന്നിട്ട് ഞാൻ തന്നെ അതിനകത്ത് കുക്ക് ചെയ്യും. എനിക്ക് ഇങ്ങനത്തെ ഒരു സാധാരണ ജോലിയെല്ലാം ചെയ്ത് ജീവിച്ചാൽ മതി. ഈ ലൊട്ട പോലത്തെ ഒരു കത്തി, നമുക്ക് ഈ കത്തി എടുക്കാം. ഒരു സ്ലൈസ് മുറിച്ചിട്ടു. ആൻഡ് വി ആർ ഗോയിങ് ടു യൂസ് ദിസ് വാനില ഐസ്ക്രീം ആസ് എ കോംബോ. അടിപൊളി കോംബോ ആണ്. അങ്ങനെ ഇതിനകത്ത് നമ്മൾ വാനില ഐസ്ക്രീമും പിന്നെ നമ്മളുടെ 1 small slice ഓഫ് ബനാന ബ്രെഡ് ഇട്ടിട്ട്. ഇതിനകത്ത് ഞാൻ എന്ത് നട്ട്സ് ആണ് ഇട്ടതെന്ന് പറയണം. പറ. അത്രേ ഉള്ളൂ. ഇനിയും എന്തെന്നാ പറയാനുള്ളത്? ടേസ്റ്റ് ഞാൻ വായിച്ചു തരാം. ബിക്കോസ് ഐ എം എ സ്വീറ്റ് വൈഫ്.
കുഴപ്പമില്ല. ഇല്ല. കുറച്ചും കൂടി ഐസ്ക്രീം ആണ്. ഇതല്ലെങ്കിലേ ഫുള്ള് ഷുഗറാണ്. യെസ്, ആകാശ് പ്രദീപ് അപ്രൂവ്ഡ്. ഇത് നമ്മൾ ബേബി അപ്രൂവ് ചെയ്യുമോ നോക്കാം. ഒരു ചെറിയൊരു വൈ. ബേബിക്ക് ഇഷ്ടായി പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്ത് വരുന്ന ബേബി അല്ലേ അമ്മേ? ഞാൻ ഇതിനായിട്ട് ബോളെടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കണം. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമുണ്ട്. So that was my simple എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ബനാന ബ്രെഡ്. ഐ റിയലി ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഈ ഒരു റെസിപ്പിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ പറ. ബൈ.